നമസ്കാരം. ഇന്ത്യൻ ടി20 ടീമിലേക്കുള്ള മടങ്ങിവരവ് പ്രതീക്ഷകളെക്കുറിച്ചും അതിനായിട്ടുള്ള പ്ലാനുകളെക്കുറിച്ചും സൂചനകളെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റണ്ണറപ്പായി മാറിയ ടീം ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായ ശുഭ്മൻ ഗിൽ. ഏകദിന ടെസ്റ്റ് ടീമുകളെക്കുറിച്ചും അതിൻ്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ഇപ്പോൾ ടി20 ടീമിൻ്റെ ഭാഗം പോലുമല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വർഷം ഇന്ത്യൻ കുപ്പായത്തിൽ ഒരു ടി20 പോലും ഗിൽ കളിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകൂ. കഴിഞ്ഞ ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയുമായി നാട്ടിൽ നടന്ന പരമ്പരയിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. ഈ പരമ്പരയിൽ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു ഗിൽ. എന്നാൽ അതിനുശേഷം ന്യൂസിലൻഡുമായുള്ള ഹോം സീരീസിന് ICC ടി20 ലോകകപ്പിനുമുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ഗിൽ ഒഴിവാക്കപ്പെടുകയായിരുന്നു. പകരം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ ടി20 ടീമിൽ ഓപ്പണിംഗ് ഉൾപ്പെടെ പല റോളുകളിലേക്കും മത്സരം ശക്തമാണെങ്കിലും തനിക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശുഭ്മൻ ഗിൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായുള്ള IPL ഫൈനലിന് മുന്നോടിയായി സംസാരിക്കവെയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ടി20 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇനിയും കളിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗെയിമിൽ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ടി20 ബാറ്റ്സ്മാൻ, ഏകദിന ബാറ്റ്സ്മാൻ, ടെസ്റ്റ് ബാറ്റ്സ്മാൻ എന്നിവയിലെല്ലാം തന്നെ ഇനിയും കൂടുതൽ മെച്ചപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. ഗിൽ മനസ്സ് തുറന്ന് സംസാരിച്ചത് അങ്ങനെയായിരുന്നു. ഈ IPL GTക്കായി തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീമിനെ മുന്നിൽ നിന്നും നയിക്കുന്ന ഗില്ലിന് ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും തിളങ്ങാനായിട്ടുണ്ട്. ഇനി GTയെ ചാമ്പ്യന്മാരാക്കിയതിൽ അത് ഗില്ലിന്റെ കരിയറിലെ പൊൻതൂവലായിരിക്കും. ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താനുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകൾ ഇതോടെ വർദ്ധിക്കുകയും ചെയ്യും. നിലവിലെ ടൂർണമെന്റിൽ റൺവേട്ടക്കാരിൽ വൈഭവ് സൂര്യവംശിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഗില്ലുണ്ട്. 15 ഇന്നിംഗ്സുകളിൽ നിന്നും 48.13 ശരാശരിയോടെ അദ്ദേഹം വാരിക്കൂട്ടിയത് 722 റൺസാണ്. ഈ പ്രകടനം അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തീർച്ചയായും ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇനി GT കിരീടം കൂടി നേടുകയായിരുന്നുവെങ്കിൽ ഗില്ലിനെ വീണ്ടും ഇന്ത്യൻ ടീമിലെടുക്കാനും സെലക്ഷൻ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചേക്കുമായിരുന്നു എന്നുകൂടി അറിയണം. ഇപ്പോൾ GT ജയിച്ചില്ല, പക്ഷേ ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീമുകളിലെ അഭിവാജ്യ ഘടകമായി മാറാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ശുഭ്മൻ ഗില്ലിന് അവിടെ നഷ്ടപ്പെട്ടത്. തൻ്റെതായ ഒരു ഇടം നേടാൻ ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ മറക്കാനാകാത്ത അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഗില്ലിന് കഴിഞ്ഞ ദിവസം ജയിക്കാനായിട്ടുണ്ടായിരുന്നെങ്കിൽ ടി20യിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എവിടെ വേണോ മികച്ച രീതിയിലേക്ക് മാറാനുള്ളൊരു വലിയൊരു ഘടകം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായേനെ. കാരണം നല്ല പ്രകടനം തന്നെയാണ് 2026 IPLൽ ഗില്ല് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് വളരെയധികം തന്നെ ഒരു ഗ്രാഫ് ഉയർന്ന രീതിയിൽ കരിയർ കാണിക്കേണ്ട ഒരു IPL കൂടിയായിരുന്നു 2026 IPL. GT എന്നൊരു ടീമിനെ ഫൈനൽ വരെ എത്തിക്കുക, അത് മികച്ച രീതിയിൽ തന്നെ എത്തിക്കാൻ ഗില്ലിന് സാധിച്ചു എന്നത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.